വേറൊന്നുമില്ലേ? ഫോണിൽ സംസാരിച്ച കോൾ ഡീറ്റെയിൽസോ വാട്സാപ്പ് ഫേസ്ബുക്കോ മെസ്സേജോ അങ്ങനെ വല്ലതും? അയ്യോ സാർ, അതിന് സൈബർ സെല്ലിന്റെ സഹായം വേണം. അപ്പൊ അതൊന്നുമില്ലേ? ഇതാണോ നിങ്ങൾ ഇത്ര നാൾ അന്വേഷിച്ചത്? 10 ഫോട്ടോസും കുറെ വീഡിയോസും. ഇതിനാണോ ഞാൻ നിങ്ങൾക്ക് ഇനിയും കാശ് തരേണ്ടത്? അതല്ല സാർ, സാറ് പറയുന്ന പോലെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. മാത്രമല്ല, ചേച്ചിയുടെ പരിചയക്കാരോടും ചേച്ചി പോകാറുള്ള സ്ഥലത്തുള്ള ആൾക്കാരോടും ഒക്കെ ചേച്ചിയെ പറ്റി അന്വേഷിച്ചപ്പോ അവരാരെങ്കിലും ഒരു ദുഷിപ്പ് പറഞ്ഞില്ല. അപ്പൊ ഞാൻ മാത്രം അവളെ കുറിച്ച് ദുഷിപ്പ് പറയുന്നല്ലേ? അയ്യോ അങ്ങനെയല്ല. അല്ല, അപ്പൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ആക്ച്വലി അവൻ ഉദ്ദേശിച്ചത് എങ്ങനെ ഉദ്ദേശിച്ചത്? അവള് നിൽക്കുന്നതിനും നടക്കുന്നതിനും കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. എടാ, ഇതിലും വലിയ ഉടായ്പ കണ്ടവനായി തരികയും കേട്ടാ. അവക്ക് വേറെ ബന്ധമുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് കണ്ടുപിടിക്കാൻ എനിക്ക് ആവതില്ലാത്തതുകൊണ്ടാണ് മേനോനെ വിളിച്ച് പറഞ്ഞത്. മേനോനെ ഞാൻ വിളിക്കുന്നുണ്ട്. മതി നിന്റെയൊക്കെ സഹായം. ഇറങ്ങിക്കോ. അഡ്വാൻസ് തന്ന പൈസ ഞാൻ അങ്ങ് പോയിന്ന് കരുതിക്കോളാം. ഇറങ്ങിക്കോ. ഇപ്പൊ എന്തായി പാപ്പ? നീ സത്യം അങ്ങോട്ട് വിളിച്ചു പറ. ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്ര വിളി കേൾക്കേണ്ട കാര്യം തിരികും. അത് തന്നെ നിനക്ക് പറ്റുമെങ്കിൽ ഞാൻ പറയാം. എനിക്കാരെയും പേടിയൊന്നുമില്ല. എടാ, എന്നെ ഇതുവരെ ആരും ചതിയാന്ന് വിളിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അല്ല, വേറൊന്നുമില്ല സാർ. ഇത് കഴിഞ്ഞൊരു 3-4 ദിവസം ഫോട്ടോസാണ്. ഫോട്ടോസ് ഇനിയുണ്ട്. പക്ഷെ അത് കണ്ട സാർ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന പറയുമ്പോൾ അതിന്റെ പപ്പനൊന്നും സാറിനെ കാണിക്കാത്ത. അല്ല, സാറിന് വല്ല ഹാർട്ടിന് പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ BP ഉണ്ടോ ഒന്നും നമുക്കറിയില്ലല്ലോ. ഇനി അതൊക്കെ കണ്ട് സാറിനെന്തെങ്കിലും പറ്റിപ്പോയാൽ വെറുതെ നമ്മള് ആ ഫോട്ടോസ് വെറുതെ കാണണ്ട സാർ. കാണണം, അത് വേണം. അതാ വേണ്ടത്. അല്ല, അത് വേണ്ട സാർ. സാറേ സാറേ ഈ ഫോട്ടോസിൽ കാണുന്ന ആരെങ്കിലും സാറിന് പേഴ്സണലായിട്ട് പരിചയമുണ്ടോ? പലരും കണ്ടിട്ടുണ്ട്. ആരും പേഴ്സണലായിട്ടറിയില്ല. ആ, ദൈവനെ ഞാൻ പലവണ കണ്ടിട്ടുണ്ട്. ഓ ആ, ഇപ്പൊ മാത്രമല്ല സാർ. സാറ് പറഞ്ഞപ്പോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല. പക്ഷെ ഇതിപ്പോ പണിക്കാരുൾപ്പെടെ എനിക്ക് പറയാൻ തന്നെ ഐ എം സോറി സാർ. സാർ അപ്സെറ്റ് ആവണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ റിയാക്ട് ചെയ്യൂ. ബട്ട് കൺട്രോൾ സാർ, കൺട്രോൾ. അപ്പൊ ഞാൻ സംശയിച്ച പോലെ തന്നെയല്ലേ? അതിലും ഭീകരമാണ് സാർ അവസ്ഥ. സാർ ഡിവോഴ്സിന് ഫയൽ ചെയ്തോളൂ. ജോയിയെ, ആ ഒരു നിമിഷം ഞാനൊന്ന് ആഗ്രഹിച്ചു പോയടാ. ഇവൻ പറഞ്ഞത് സത്യമായിരുന്നെങ്കിലൊന്ന്. അവളെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാടാ. ലവ് യു. സാറേ, നമ്മളെ വേണ്ടാത്തവരെ എന്തിനാണ് സാർ നമുക്ക്? സാറെപ്പോഴും ചെറുപ്പല്ലേ, ഒഴിവാക്കി വിട് സാറേ. സാറ് നല്ല കിളി പോലത്തെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ നോക്കുന്ന നല്ല പെമ്പിളരെ ഞാൻ കാണിച്ചാലേ സാറിന്. എനിക്ക് അവളെ കൊല്ലണം. കൊല്ലും ഞാൻ. അയ്യോ സാർ, മണ്ടത്തിലൊന്നും കാണിക്കല്ലേ സാർ. അങ്ങനെ വല്ലതും കാണിച്ചാൽ ഞങ്ങൾ കൂടെ എത്താവും. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. സാറേ, വെറുതെ എന്തിനാ സാർ അങ്ങനെയൊക്കെ ചിന്തിക്കണേ? സാറിന്റെ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായം അവസാനിച്ചു എന്നങ്ങോട്ട് വിചാരിച്ച പോരെ? പോരെ? ശരിയാ. ഇവിടെ എന്തിനാ കൊല്ലണല്ലേ? ആ, നിങ്ങൾക്ക് എത്ര രൂപ വേണം? അതിപ്പോ ഞങ്ങളായിട്ടൊന്നും പറയണല്ലോ. അതിന്റെ ഒരു ദൂരം അങ്ങോട്ട് ചെയ്താൽ മതി. ഒരു പുള്ളി കുട്ടിനെ വിളിച്ചു. ഒത്തിരി ഉണ്ട്, മുഴുവൻ എടുത്തു. ഞങ്ങളതാ പതുക്കെ ഇറങ്ങൂടോ സാർ. സാർ, പിന്നെ ഞങ്ങളിതിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യം കോൺഫിഡൻഷ്യലായിട്ട് ഇരുന്നാൽ മതി, പുറത്താരും അറിയണ്ട. ഞാനിവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ, നിങ്ങൾ വയ്ക്കോ? ഓ ഓ ഓക്കെ. പോ. പാപ്പാ, ഇത് എത്ര എണ്ണം നോക്കി? നോക്കാം. അത് നമുക്ക് ഇവിടുന്ന് പോവാം. എടാ, അതല്ല, നമുക്ക് ഇനിയും കൂടുതൽ വേണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ഇപ്പൊ തന്നെ നോക്ക്. പൈസ ഉണ്ട്, കുറേ ഉണ്ട്. എന്താണ് സൗണ്ട്? പാപ്പാ നിക്ക്. എടാ, എന്താ?
ഫിംഗർ പ്രിന്റ് ഉണ്ടാവില്ല ഫിംഗർ പ്രിന്റ് ഒക്കെ ഉണ്ടാവും. നീ ആ സൈഡ് ഫോട്ടോസ് ഒക്കെ എടുത്തോ? ഫോട്ടോ തുറക്ക് സാധിക്കുന്നുണ്ടല്ലേ? സലീം സാർ, ആരാ അവിടെ? ആരാ അയ്യോ ആരാടാ നീ പറ കണ്ടു ഇനി ആളും ഒരു എടുത്തിട്ടില്ലേ? താക്കോൽ എടുത്തിട്ടില്ല. ഞാൻ പോരാ. പെട്ടെന്ന് നോക്കല്ല ആരാണോ നീ